Kinda cheater, little homies wanna be like on my knees in the night, saying prayers in the street light. Been spending most of their lives living in the gangster's paradise. സിറിയക്, വാട്ട് ഹാപ്പൻഡ്? എന്താ നീ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? അത് ലൂക്ക എന്നിപ്പോൾ ഡെറിക്ക് കോണ്ടാക്ട് ചെയ്തു, പക്ഷേ വേറൊരു നമ്പറായിരുന്നു. വാട്ട്? നീ ആ നമ്പർ എനിക്ക് തന്നേ. ഞാൻ അയക്കാം. അവൻ എന്താ പറഞ്ഞു നിന്നോട്? എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും നാശം കണ്ടിട്ടേ അവൻ അടങ്ങുള്ളെന്ന്. ആൻഡ് നമ്മൾ വിചാരിച്ച പോലെ അവൻ്റെ പിന്നിലൊരാളുണ്ട്. അത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയ കാര്യമല്ലേ. ബട്ട് അവൻ ജെയ്ഡനെ പറ്റിയൊന്നും അറിഞ്ഞിട്ടില്ല. ജെയ്ഡനാണ് ഇസയുടെ ഈ ബോഡി ഗാർഡെന്ന്. അതാരെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ജീവനോടുണ്ടാവില്ല. ലൂക്ക, എനിക്കിപ്പം ഇസയുടെ കാര്യം ഓർത്തിട്ടാ പേടി. ആ റാസ്കലിന് ഇസയുടെ മേലൊരു കണ്ണുണ്ട്. ഡോണ്ട് വെറി, അതിനിപ്പോൾ ജെയ്ഡൻ ഉണ്ടല്ലോ. അറിയാം ലൂക്ക, ജെയ്ഡൻ കൂടെ ഉള്ളിടത്തോളം നേരം അവൾ സേഫാണെന്ന്. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലാവും. നീ ഇപ്പോൾ സമാധാനമായിരിക്കുക. ഞാനെന്നാ ഇറങ്ങുക. ഇത് ഏതെൻ്റെ അടുത്ത് ഈ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ പറയണം. ഓക്കെ ലൂക്ക, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്കണേ. യാ ഷുവർ. ഏതൻ? യെസ് ലൂക്ക, സിറിയക്ക് എന്തിനാ വിളിച്ചേ? എന്നിട്ട് ആ നമ്പർ എവിടെ? ഇത് സിറിയക്കിന്റെ വീടിനടുത്താ ലൊക്കേഷൻ കാണിക്കുന്നത്. വാട്ട്? ദെൻ കം ഓൺ. ലൂക്ക വെയിറ്റ്, ഇറ്റ്സ് മൂവി. സംതിങ് സ്ട്രേഞ്ച് ലൂക്ക. ഇത് നമുക്കുള്ളൊരു കെണിയായിട്ടാ എനിക്കിപ്പോ തോന്നുന്നേ. അല്ലാതെ നമ്പർ ട്രേസ് ചെയ്യുന്ന അറിഞ്ഞിട്ടും അവൻ ഇങ്ങനെ വിളിക്കില്ലല്ലോ. യാ, എന്തായാലും അവൻ മനസ്സിൽ എന്തോ കരുതിയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് നെക്സ്റ്റ് മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവാൻ, നീ എന്താ ഇവിടെ? ഹായ് ജിക്കി, ഞാൻ ലൂക്ക പറഞ്ഞിട്ട് വന്നതാ. ലൂക്ക? ഹായ് ഇവാൻ, ഞാൻ വന്നോ? ഇവാൻ, എന്താ കാര്യം? വാട്ട്? എന്നിട്ട് എന്നോട് ഇതാരും പറഞ്ഞില്ലല്ലോ. നിന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ നീ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നറിയാം. അതുകൊണ്ടാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓഹോ, അപ്പോൾ എല്ലാം പ്ലാൻഡ് ആണ്. ജി.കെ, അങ്ങനല്ല. അവൻ്റെ ലക്ഷ്യം മുഴുവൻ എൻ്റെ ഫാമിലിയാണ്. സോ ആവേശം കാണിച്ച് കൂടുതൽ കുഴപ്പത്തിലാകുന്നതിലും നല്ലത് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്നതല്ലേ. അതെ ജെക്കെ, നിന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട, നമുക്ക് ഒന്നിച്ചു നോക്കാം. ഇതുവരെയും ഇങ്ങനൊരു പ്ലാനിങ് ഒന്നുമില്ലാതാ ഞാൻ ഓരോ കരുക്കൾ നീക്കിയിട്ടുള്ളത്. അതിലൊന്നും ഇന്നേ വരെ എനിക്ക് തോൽവി ഉണ്ടായിട്ടുമില്ല. പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ പിന്നിലോട്ട് നിൽക്കുന്നത് പലരും ഓർത്തോണ്ട് മാത്രമാണ്. ജെക്കെ, ജസ്റ്റ് കൂൾ മാൻ, നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം നമ്മൾ മാത്രമല്ലല്ലോ, നമുക്ക് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ജസ്റ്റ് ട്രൈ. ഡു വാട്ട് എവർ. അതാരാ? ഇവാൻ എന്താ ഇവിടെ? ഇസ, ആക്ച്വലി ഞാൻ ഒരു കമ്പനി ആവശ്യത്തിന് വന്നതാ. അപ്പോൾ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? അത് ഞാൻ ജെയ്ഡനെ കാണാൻ ഇസയുടെ കോളേജിൽ പോയപ്പോൾ പരിചയപ്പെട്ടതാ. ഓ, ഓൾ റൈറ്റ്. ഇവാൻ, ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണം. ഇസ, പപ്പ ഇറങ്ങുവാണേ. ഓക്കെ പപ്പ, ബൈ. എക്സ്ക്യൂസ് മീ. ഇവാൻ, ഈ ജയ് എപ്പോഴും ഇങ്ങനാണോ? ഓൾവേസ് കോൾഡ് ആൻഡ് റോഡ്. എങ്ങനെ സഹിക്കുന്നു നിങ്ങൾ? ഇവ എപ്പോഴും ഇങ്ങനെ.
ഇവനെ കൺട്രോൾ ചെയ്യാൻ പെടുന്ന പാട് അത് ഞങ്ങൾക്കേ അറിയും. ഇപ്പം ശീലമായോണ്ട് കുഴപ്പമില്ല. ഓ, അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണല്ലേ? ഞാൻ വിചാരിച്ചു ഇനി എന്നോട് വല്ല ദേഷ്യം കൊണ്ടാണെന്ന്. ഏയ് അതൊന്നുമില്ല. ഇനി പോകെ പോകെ തനിക്കും ഇത് ശീലമായിക്കോളും. ഏയ്, അങ്ങനെ ഈ കേസ് വിട്ട് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കോൾഡ് ബോസി ബോഡി ഗാർഡിനെ ഞാനൊരു പഫി ഡോൾ ബോഡി ഗാർഡാക്കി മാറ്റും. നോക്കിക്കോ. ഹാ, അത്രയ്ക്കൊക്കെ വേണോ? അതും ഇവനെ. മോള് കുറച്ച് പാടുപെടും. ഓഹോ, ഈ സേനെ ഇവന് ശരിക്കും അങ്ങനെ അറിയില്ല. എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട, കാണിച്ചു തരാം ഞാൻ. ഈ ബോഡി ഗാർഡിനെ ബോൾ പോലെ കയ്യിലിട്ട് തട്ടിക്കളിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ മാൻ. ഹാ, അവൻ തിരിച്ചിട്ട് തട്ടിയില്ലേ കൊള്ളാം. എന്താ ഇവിടെ? ജയ്, വാ നമുക്ക് പോവാം. ഇവാൻ, ബൈ ബൈ. ഇവനും കാണാമേ. ആ, ഓക്കെ ഓക്കെ. ഇതവളല്ലേ? അതാരാ കൂടെ? മേ ബി ഹർ ബോയ് ഫ്രണ്ട്. വാട്ടവർ. എന്തായാലും ഇവളുടെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അവളെയാണ് എനിക്ക് വേണ്ടത്. ഇവളെ തൊട്ടാ അതൊക്കെ നോവും. നീ വാ. ഇടി വേണോ? അതിന് നിന്റെ പ്രൊജക്ടിനൊന്നും പറ്റിയിട്ടില്ലല്ലോ. വെറുതെ പിന്നെ എന്തിനാ അവരുടെ മേലോട്ട് ഇന്ന് കേറുന്നേ? നീ വരുന്നില്ലെങ്കിൽ വരണ്ട. പക്ഷെ അവൾ എന്റെ ദേഹത്ത് തൊട്ടിട്ട് അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. മോളെന്ന് നിന്നെ. എന്താ? ഓ, ഒന്നും അറിയാത്ത പോലെ. അന്ന് എന്റെ പ്രൊജക്ട് നശിപ്പിച്ചിട്ട് സാർ വന്നപ്പോ രണ്ടും കൂടെ എന്നെ കുറ്റക്കാരിയാക്കി അങ്ങ് മുങ്ങിയതല്ലേ. അന്നത്തെ പോലെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ അന്ന് തന്നെ വരച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ സീനിയറിനോട്. അപ്പോൾ വെറുതെ ഇങ്ങോട്ട് കയറി വന്നോണ്ടല്ലേ മിയ അങ്ങനെ ബിഹേവ് ചെയ്തത്. ആൻഡ് അവൾക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്നു. നിന്റെ ഈ സോറി കിട്ടിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? പിന്നെ അവക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ആർക്ക് പണി കൊടുക്കുന്ന കാര്യമാ? എനിക്കാണോ? എനിക്ക് പെട്ടെന്നാവട്ടെ. ഇവിടെ പണിയൊന്നും കിട്ടാതെ ബോറടിച്ചിരിക്കുമായിരുന്നു ഞാൻ. മിയ, നീ ഒന്ന് വന്നേ. വെറുതെ അടുത്ത വഴക്കിന് നിൽക്കല്ലേ. എത്തിയല്ലോ. നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. കണ്ടല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. നീ കൂടുതൽ ആളാവാൻ നോക്കണ്ട. നിനക്കെന്നെ അറിയില്ല. എനിക്കത് അറിയണമെന്നുമില്ല. നീ ആരായാലും എനിക്കൊന്നുമില്ല. എനിക്ക് ചെലവിനിരുന്നത് നീയല്ലല്ലോ. നീ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന നിന്റെ സീനിയറിനെയാണെന്ന് നീ മറക്കണ്ട. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. ചേച്ചി പിന്നെ ഒന്ന് പോയേ. പേടിച്ചു പോയി. ഇസ, നീ ഇങ്ങോട്ട് വന്നേ. എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ ഇനി വയ്യ. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വെറുതെ അവരുടെ വായിലിരിക്കുന്ന കേട്ടപ്പോ സമാധാനമായില്ലേ? ഇതിനി അടുത്ത പ്രശ്നമാക്കാതെ നീ ഒന്ന് വാ. അവരെ വിട്ടേക്ക്. നീ ഒന്ന് പോയേ. ഇനി എന്തായാലും വിടുന്ന പ്രശ്നമില്ല. ഈ ഏഞ്ചൽ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവാൻ, എന്തായി? എനി ക്ലൂ? ഏയ് നോ. ഏതം പറഞ്ഞതുപോലെ തന്നെ അവൻ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ നിന്ന് കറങ്ങുന്നത്. നമ്മളും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇനി അവൻ വെക്കുന്ന ഓരോ ചുവടും വളരെ സൂക്ഷിച്ചാവും. അവൻ്റെ ലക്ഷ്യം ഇപ്പം ഇസ കൂടെയല്ലേ. ഒരു പ്രാവശ്യം അവന് വീഴ്ച പറ്റി. അതിനെ ഉണ്ടാവാതിരിക്കാൻ അവൻ പല കളികളും കളിക്കും. അപ്പോൾ ഇസ അവളിനി പുറത്തോട്ടൊന്നും വിടരുതെന്നാണോ പറയുന്നത്? നോ, അങ്ങനെയാണേ അവനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇസയിലൂടെ വേണം അവൻ്റെ അടുത്ത് നമുക്ക് എത്താൻ. വാട്ട് യു മീൻ? അവൻ്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തിയതല്ലേ. അപ്പോൾ അതുവഴി നമുക്കവനെ പിടിച്ചുകൂടെ? ആദ്യം അവൻ്റെ ഉദ്ദേശം എന്താണെന്നറിയട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവനെ ഒന്ന് പെരുമാറാൻ. പപ്പ, പപ്പ,
ഇവിടെ ഇരിക്കുവാണോ? ഞാൻ ഇവിടെ എല്ലാം തിരക്കി. അല്ല, നിങ്ങളെല്ലാം ഇവിടെ എന്ത് ചെയ്യാ? അത് ഞങ്ങളൊന്ന് പരിചയപ്പെടുമായിരുന്നു അല്ലേ സിറേക്സ? യെസ്. ഇസ, നീ ഇതുവരെ കിടന്നില്ലേ? ഇല്ല പപ്പേ, ഉറക്കം വന്നില്ല. അതാ ഞാനിങ്ങി പോന്നെ. ഇനിയിപ്പോ ഇവരുടെ കൂടെ സംസാരിച്ചിരിക്കാം. ആ ശരി, എന്നാ ഞാൻ പോവാം. പിന്നെ അധികം വൈകാതെ കയറി കിടന്നോണം. ഓക്കെ പപ്പ. മേ ഐ ജോയിൻ? ഓഫ് കോഴ്സ്, കം ഓൺ യാർ. ഓ, ഞാനിവിടെ വന്നത് ചിലർക്കെന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ആര്? ചേടനെയാണോ? അവനെ മൈൻഡാക്കണ്ട, അവൻ എപ്പോഴും ഇങ്ങനെ. സോറി. ഇസ, താൻ പറ. ഇവാൻ, നിങ്ങളുടെ കമ്പനി വലിയ കമ്പനിയാണോ എൻ്റെ പപ്പയെ പോലെ? വലുതാണ്. എന്താ ഇസ? ഓ, അപ്പോ നിങ്ങളില്ലാത്തപ്പോ ആരിതെല്ലാം മാനേജ് ചെയ്യും? ഓ, തുടങ്ങി. ജയ്, ഞാൻ ഇവാനോടാ സംസാരിക്കുന്നത്. സോ യു ഷട്ട് അപ്പ്, ഓക്കേ? അയ്യോ, അവിടെ എല്ലാവരുടെയും നെഞ്ചത്ത് കയറിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പം മിണ്ടാതെ നിൽക്കുന്നത്. ഇസ, ആക്ച്വലി ഞങ്ങൾക്ക് 2 ബ്രദേഴ്സ് കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്തോളൂ. ഐ നോ. അന്നെന്നെ രക്ഷപ്പെടുത്തിയ അവരല്ലേ? യാ, അവർ തന്നെ. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ കുറെ വർക്കേഴ്സ് ഉണ്ടോ? നീ എന്താ ഇവിടെ സർവേ എടുത്തോണ്ടിരിക്കുവാണോ? എന്തൊക്കെ അറിയണം? ഹേയ് ബോഡി ഗാർഡ്, ഇയാളോടല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവിടെ മിണ്ടാതിരിക്കെ. ഹാ, നീ എന്താ വിളിച്ചേ? ബോഡി ഗാർഡ്. എന്തേ? താൻ എന്റെ ബോഡി ഗാർഡല്ലേ, അപ്പൊ അതിനെന്താ കുഴപ്പം? ഇസ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഓ പിന്നെ, താൻ പറയുന്നതെല്ലാം കേൾക്കാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീ വിളിക്കും. ഓഹോ, അത്രയ്ക്കായോടി? എന്നാ നീ വിളിക്ക്. ബോഡി ഗാർഡ്, ജെയ്ഡൻ ഈസ് മൈ ബോഡി ഗാർഡ്. ബോഡി ഗാർഡ്, ജെയ്ഡൻ ഈസ് മൈ ബോഡി ഗാർഡ്. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇസ, എൻ്റെ കൺട്രോളിൻ്റെ മാക്സിമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി നീ വാ തുറന്നു. തുറന്നപ്പോ എന്താ? ഇനി നീ മിണ്ടിയ ഇവിടെ നടത്ത് താഴോട്ടെറിഞ്ഞ. അങ്ങനൊന്നും ഇസെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. ഓഹോ, എനിക്കതൊന്ന് കാണണമല്ലോ. വേണ്ട, തിരിച്ചെടുത്തു ഞാൻ. എന്ത്? അല്ല, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. ഓഹോ, ഇത്ര പെട്ടെന്നോ? രാവിലെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. എന്തേ ആ ധൈര്യമൊക്കെ ചോർന്നു പോയോ? രാവിലെയോ? എന്ത്? ഹാ, ഇത്ര പെട്ടെന്ന് മറന്നോ? എന്നെ എന്തോ ബോളാക്കുന്നോ ഡോളാക്കുന്നോ? എന്തേ ഇപ്പൊ നമുക്ക് തട്ടിക്കളിക്കണ്ടേ? എന്തേ ഓർമ്മിപ്പിക്കണോ ഞാൻ അത്? വേണ്ട, അപ്പൊ എല്ലാം കേട്ടുവല്ലേ? കേട്ടു. അത് പിന്നെ തൻ്റെ ഈ ബിഹേവിയർ കാണുമ്പോൾ ആർക്കായാലും തന്നോട് ദേഷ്യമൊക്കെ തോന്നില്ലേ? അതുകൊണ്ട് തന്നെ ഒന്ന് നേരെയാക്കി എടുക്കാന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അതിനിങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് വരുന്ന എന്തിനാ? വാട്ട്? നീ എന്നെ നന്നാക്കാമോ? അത്രയ്ക്കൊന്നും മോള് വളർന്നിട്ടില്ല. വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ഞാൻ ആരാണോ എന്താണോ നിനക്കറിയില്ല. ജസ്റ്റ് നിന്റെ പപ്പയുടെ ഒരു ഫ്രണ്ട്, അത്രയല്ലേ അറിയൂ. സോ സൂക്ഷിച്ചു നിന്ന നിനക്ക് കൊള്ളാം. നേരത്തെ സ്വഭാവം കൊണ്ട് തന്നെ പെൺപിള്ളേരൊന്നും അടുത്ത് കൊണ്ടുവരാത്ത എല്ലാവരും ഒരു ഫാൻ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നേനെ. എന്തേലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല, എനിക്ക് പോണം. മാറ്. ഹേയ് യു കോക്കനട്ട് ഹെഡ്, ഈ ഇസ അങ്ങനൊന്നും മാറി നിൽക്കില്ല. കാണിച്ചു തരുന്നുണ്ട് ഞാൻ ആരാണ്. നിന്നെ ഞാൻ ഇസ എസ്കേപ്പ്.
ഇസ കം. യാ കം കം. ലേറ്റ് ആവുന്നു. നീ ഇതെങ്ങോട്ടാ? ഞാനിന്ന് നിന്റെ കൂടെ കോളേജിലോട്ട്. ഹാ, ഇവൻ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? വരുന്നുണ്ട്. ഓക്കേ. ഹാ, ഇസ എത്തിയല്ലോ. അതാരാ? അത് അയാളല്ലേ? ഇതെന്താ ഇവരുടെ കൂടെ? മിയ, നീ ഇന്ന് നേരത്തെ വന്നോ? ആ ഇസ. അല്ല, ഇയാളെന്താ നിങ്ങളുടെ കൂടെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ, അപ്പോൾ ഓക്കെ, ഞങ്ങൾ ക്ലാസ്സിൽ കയറാം. ബൈ ജയ്. ബൈ ഇവാൻ. യാ ബൈ. ആ ഇസ, യെസ് സർ. താൻ സിറീക്കിന്റെ സിസ്റ്ററാണോ? യെസ് സർ. പപ്പയൻ ഐ മീൻ ബ്രദറിനെ അറിയോ? യാ ഐ നോ. സിറീക്കിനെ അറിയാത്തതായി ആരുമില്ലല്ലോ ഇവിടെ. പിന്നെ അല്ലാതെയും ചെറിയൊരു പരിചയമുണ്ട്. എങ്ങനെ? ഇസ. എന്നാ ഇപ്പൊ താൻ ചെല്ല, ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ സർ, ബൈ. എന്താ ഇസ, സാർ എന്താ പറഞ്ഞേ? ഓ അതൊന്നുമില്ല, സാറ് പപ്പയെ പറ്റി തിരക്കിയതാ. ഓക്കെ, എന്നാ വാ. ഇസ. ആ മിയ, പറ. ഇസ, നാളെ ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്, നീയും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. നോ നോ, നിനക്ക് എൻ്റെ കാര്യം അറിയില്ലേ മിയ, ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാ, എന്നെ വിടില്ല. ഓ പിന്നെ, കഴിഞ്ഞ പ്രാവശ്യം നീ ഇത് തന്നെ പറഞ്ഞത്, ഇനി ഇതും പറഞ്ഞോട്ട് നീ വരണ്ട, നാളെ നീ വന്നേ പറ്റൂ. മിയ, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ, എന്നെ പുറത്തോട്ടൊന്നും അങ്ങനെ വിടില്ലെന്ന് നിനക്കറിയാലോ. അത് പണ്ടല്ലേ, ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ. ഇപ്പോൾ ജേഡനില്ലേ നിൻ്റെ കൂടെ, അതിനല്ലേ പപ്പ നിൻ്റെ കൂടെ ജേഡനെ നിർത്തിയേക്കുന്നത്. നീ പറയണൊക്കെ ശരിയാ, ബട്ട് എന്നാലും ഒരെന്നാലും ഇല്ല, നാളെ ഞാൻ മോർണിംഗ് അവിടെ വരും, അപ്പോൾ എൻ്റെ കൂടെ നീയും വരും. മിയ, മതി മതി, നോ മോർ ടോക്സ് ആൻഡ് ഗുഡ് നൈറ്റ്. ഇവള് ഇനിയിപ്പം ഞാൻ എന്ത് പറയും പപ്പയോട്? ജയോട് പറഞ്ഞാലോ? എന്നിട്ട് ജീനെ കൊണ്ട് പപ്പയോട് പറയിക്കാം. ഇവാൻ, എന്ത് ചെയ്യാ? ആ ഇസ, ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമായിരുന്നു. എന്താ വന്നേ? ഒന്നുമില്ല, വെറുതെ. എവിടെ? ജേഡനോ? അവനാ പൂൾ സൈഡിലുണ്ട്. എന്താ? നത്തിങ്, ഞാൻ ഇപ്പോൾ വരാം. ഇതിപ്പോ എന്താ? എന്തെല്ലോട്ട്. ജയ് ഇവിടെ നിൽക്കുമായിരുന്നോ? റൂമിൽ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ ഉള്ളിടത്ത് നോക്കിയാലല്ലേ എന്നെ കാണാൻ പറ്റൂ. തുടങ്ങി. ഇതിപ്പോൾ എൻ്റെ ആവശ്യമായി പോയില്ലേ. ജയ്, ഫുഡ് കഴിച്ചോ? കഴിച്ചില്ലേൽ കഴിപ്പിക്കാൻ വന്നതാണോ? ഇങ്ങനെ കൊണ്ട് ഒരു വിധത്തിൽ പറ്റത്തില്ലല്ലോ. നീ ഇപ്പോൾ ഇതൊക്കെ ചോദിച്ചറിയാനാണോ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ നാളെ നമുക്ക് പുറത്ത് പോയാലോ? നമുക്കോ? അത് മിയയുണ്ട്, അപ്പോൾ അവളുടെ കൂടെ എനിക്ക് പുറത്ത് പോകണം. സോ ജയ് ഉണ്ടല്ലേ, പപ്പ എന്നെ പുറത്തോട്ട് വിടും, അതുകൊണ്ട് എൻ്റെ കൂടെ വരണം. ഇതൊന്ന് പപ്പയോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഇൻ യുവർ ഡ്രീം. ഞാൻ പറഞ്ഞിട്ട് നീ പോയ തന്നെ. ജയ്, വാട്ട്? പ്ലീസ് ജയ്, ഈ ഒരു പ്രാവശ്യത്തേക്ക് നോ വേ. ഒന്നിനെ സഹിക്കുന്ന പാട് എനിക്കറിയാം. അപ്പോൾ അതാ അടുത്തത്.
ജയ്. ഇനി നീ എന്തൊക്കെ പറഞ്ഞു വന്നാലും ഒരു കാര്യമില്ല. സോ വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാതെ പോവാൻ നോക്ക്. ഓഹോ, എങ്കിൽ ഞാൻ ഒട്ടും പോകില്ല. ജയ് സമ്മതിക്കുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കും. ആ എങ്കിൽ അവിടെ തന്നെ നിന്നോ. ഓഹോ, ഈസി ആണെന്ന് കാണിച്ചു തരാം. അവിടെ കിടക്ക്. അയ്യോ, എന്നെ വിടണം. Isa, I got you. Don't worry, okay? Are you okay? Yeah, I'm fine. ജയ്, സോറി, ഞാൻ അറിയാതെ. ഹാ, എന്ത് തള്ളിയിട്ടതിനോ? നോ. വാട്ട്? ഇറ്റ്സ് ഫൈൻ. തനിക്ക് സ്വിമ്മിങ് അറിയില്ലേ? നോ. ഹാ, എണീറ്റ് പോയി റൂമിൽ ചെന്ന് തല തോർത്താൻ നോക്ക്. നാളെ അപ്പോ പപ്പയോട് പറയില്ലേ? ഓക്കെ, ബൈ. ജയ്, പ്ലീസ് ഒന്ന് പറ. നോ. പ്ലീസ് 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 പ്ലീസ്. ഓഹ്, ഇതിനെ കൊണ്ട് എന്താ രണ്ടുപേരോടൊരു ചർച്ച? എന്താ ജയ്? അത് പിന്നെ സാർ, ഇന്ന് ഇസയും കൊണ്ട് ഞാനൊന്ന് പുറത്ത് പൊക്കോട്ടെ. പുറത്തേക്കോ? എന്തിന്? അത് പിന്നെ പപ്പ, മീയുടെ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് പോകാനാ. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. പ്ലീസ് പപ്പേ. ഇസ, നോ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറ. അത് ഞാൻ ഇവിടെ എത്തിക്കാം. അല്ലാതെ പുറത്ത് പോകുന്നത് ഒരിക്കലും നടക്കില്ല. പപ്പ അങ്ങനെ പറയല്ലേ, പ്ലീസ് പപ്പേ. സോ ഇറ്റ്സ് ഫൈൻ, ഞാൻ നോക്കിക്കൊള്ളാം. എന്നാലും ജെയ്ഡൻ, എല്ലാം അറിഞ്ഞുകൊണ്ട് നീ തന്നെ. സർ, ഇസയ്ക്ക് പുറത്ത് പോകണേ പൊക്കോട്ടെ. ചേട്ടൻ ഉണ്ടല്ലോ കൂടെ ഇപ്പോൾ, അവൻ നോക്കിക്കോളും. ഇവാൻ, അങ്ങനല്ല. ഇപ്പോഴത്തെ കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. അതൊക്കെ കൊണ്ട് ഇസ ഇവിടെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നേ, ഇസ പൊക്കോട്ടെ. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഓക്കെ ജെയ്ഡൻ, തന്നെ ഏൽപ്പിക്കുക ഞാൻ. ഇസയുടെ കൂടെ ഉണ്ടാവണം താൻ. യാ, ഓക്കെ സർ. താങ്ക് യു പപ്പ. മതി മതി, അധികം വൈകാതെ രണ്ടും കൂടെ ഇങ്ങ് എത്തിക്കോണം. ഞാൻ ഇറങ്ങും അപ്പോൾ. ഓക്കെ പപ്പ, ലവ് യു. അതെ, ഞാനും കൂടാണ് പപ്പയെ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. അപ്പോൾ എനിക്ക് താങ്ക്സ് ഒന്നുമില്ലേ? താങ്ക് യു വാൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. താങ്ക് യു ജയ്. അപ്പം അങ്ങനെ വരുമല്ലേ കൂടെ? ആര് വരാൻ? എവിടെ വരാൻ? പിന്നെ ഞാൻ എവിടേക്കാണോ അവിടേക്ക് എൻ്റെ കൂടെ. വലിയ കാര്യത്തിൽ പറഞ്ഞ് സെറ്റാക്കി കൊടുത്തതല്ലേ. ഏയ് നോ, അങ്ങനെ പറയരുത്. ഇതിന് നീ ഉണ്ടല്ലോ, പിന്നെ എൻ്റെ ആവശ്യം എന്തിനാ? നീന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൂടെ ഇങ്ങ് വന്നാൽ മതി. സുഭാഷ്, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഇസ, ഇസ. ഏയ് ഹലോ. താനോ? താനിതുവരെ പോയില്ലേ? പോകാത്തോണ്ടല്ലേ എന്നെ ഇവിടെ ഇപ്പം കണ്ടത്. ഓ, അപ്പോ ഇപ്പോഴെങ്ങും തിരിച്ചു പോവാൻ ഉദ്ദേശമില്ലല്ലേ? ഇല്ല. എന്തേ, തനിക്കെന്നെ പറഞ്ഞു വിട്ടോളാൻ വയ്യേ? ഏയ്, എനിക്കതിൻ്റെ ആവശ്യം എന്താ? താൻ ഇവിടെ ഉണ്ടേലും ഇല്ലേലും എനിക്കൊന്നുമില്ല. വഴി മാറി തന്നായിരുന്നേ എനിക്കകത്തോട്ടൊന്ന് പോകാമായിരുന്നു. ഷേ, ഇത്ര പെട്ടെന്ന് പോവുകയാണോ?
നമുക്കൊന്ന് പരിചയപ്പെടാന്നേ. എന്തിന്? അല്ലേ തന്നെ നമ്മളെന്തിനാ പരിചയപ്പെടുന്നത്? താനിസയുടെ ഫ്രണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ആ വഴി പരിചയപ്പെടാലോ. അതിന് താൻ ഇസയുടെ ആരാ? ഇവൾ നിനക്ക് നാക്കിനൊരിത്തിരി നീളം കൂടുതലാ. അത് ഞാൻ അന്നേ നോട്ട് ചെയ്തതാ. സാരമില്ല, മാറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. ഓഹോ, താൻ എന്ത് ചെയ്യുന്ന? ഒന്ന് പോടോ. ഹാ, ഡാന്നോ? നിനക്കെന്നെ ശരിക്കറിയില്ല. അതെ, എനിക്കറിയില്ല. സാർ പറയൂ, ശരിക്കും സാർ ആരാ? അത് ഇപ്പം പറയാൻ സമയമായിട്ടില്ല. വഴിയെ നിനക്ക് ഞാൻ എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്. ഓക്കെ, എന്നാൽ സമയമാകുമ്പോൾ സാറ് വാ. ഇപ്പം ഞാൻ പോട്ടെ, എനിക്ക് സാറിനോട് സംസാരിച്ചിരിക്കാൻ ടൈമില്ല. ചെല്ല് ചെല്ല്. മിയ, നീ വന്നോ? വാ, നമുക്കിറങ്ങാം. ഓക്കെ. ജേഡൻ എവിടെ? ആ ജയ്, വാ പോവാം. ഇവൻ വരുന്നുണ്ടോ കൂടെ? യാ ഉണ്ട്. നിങ്ങളെന്നാ നടക്ക്, ഞങ്ങൾ വന്നോളാം. ഓ, ഇനി അതും ഉണ്ടോ കൂടെ? ഓക്കെ, വാ മിയ. എനിക്കിട്ട് പണി തന്നിട്ട് നീ അങ്ങനെ അങ്ങ് മുങ്ങാന്ന് വിചാരിക്കണ്ട. ഇറങ്ങ്, വാ പോവാ. ജെയ്ക്ക് ജെയ്ഡൻ, നമുക്ക് ഈ ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്താലോ? ശ്രീക്കിനെ വിളിച്ച് ഞാൻ പറയാം. ആ, നടന്നു തന്നെ. ഇപ്പം നീ നടക്ക്, അല്ലെ ആ പോയ 2 നിന്റെ തോളെ കയറും. ആ, അതുണ്ടായിരുന്നല്ലേ. അതും ശരിയാ. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോവല്ലേ? I used to wanna be living like there's only me, but now I spend my time thinking about a way to get you off my mind. I used to be so tough, never really gave enough, and then you caught my eye, giving me the feeling of a lightning strike. Look at me now, I'm falling, I can't even talk, still stuttering at this ground I'm on, it keeps shaking. Oh, 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 now all I wanna be, all I ever wanna be, yeah, yeah, is somebody to you. All I wanna be, all I ever wanna be, yeah, yeah, is somebody to you. Everybody's trying to be a billionaire, but every time I look at you I just don't care. 'Cause all I wanna be, all I ever wanna be, yeah, yeah, is somebody to you. I've got your photograph, but baby I need more than that. I need to know your lips, nothing ever mattered to me more than this. Look at me now, I'm falling, I can't even talk, still stuttering at this ground I'm on, it keeps shaking. Oh, 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 now all I wanna be, all I ever wanna be, yeah, yeah, is somebody to you. All I wanna be, all I ever wanna be, yeah, yeah, is somebody to you. Everybody's trying to be a billionaire, but every time I look at you I just don't care. 'Cause all I wanna be, all I ever wanna be, yeah, yeah, is somebody to you. ജയ്, ഐസ്ക്രീം. നിർത്ത് നിർത്ത് ഹാ, നിർത്ത്, ദോ അവിടെ. ഓ, അതല്ലേ നീ അവിടുന്ന് കഴിച്ചേ, പിന്നെ ഇനി എന്തിനാ? അല്ലല്ല, അത് വേറെ ഇത് വേറെ. എനിക്ക് വേണം, നിർത്ത്. ഇത് നേരത്തെ ഇതിനെ കൊണ്ട് വരാൻ എനിക്ക് തോന്നിയേ. ജയ്, ദാ ഐസ്ക്രീം വേണ്ടേ? നോ താങ്ക്സ്. വൈ? ഓ, വേണ്ടേ വേണ്ട. കഴിഞ്ഞില്ലേ, ഇനി വാ പോവാം. ഓക്കെ.